കിട്ടണം കേട്ടോ. ബാ വരും. അപ്പോഴേ വാ, എല്ലാരും വരും. വിമാനം ഓടി വാ, വരും. നിവേശങ്കർ വരും. അപ്പൊ നിങ്ങളെല്ലാവരും അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മിസ്റ്റർ നിവേശ് ശങ്കർ സ്കൂൾ ടോപ്പറാണ് കേട്ടാ. ജുമാന് നക്ഷത്രയും കഴിഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ മേഖലകളിൽ നിങ്ങൾ ടോപ്പ് ലെവലിലാണ്. ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യത്തിൽ ഞാൻ ടോപ്പിലാണ്, മറ്റു കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ പഠിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്, എന്നേക്കാൾ എത്രയോ ഇരട്ടി. പക്ഷെ നിങ്ങളെ ഞാൻ 14 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 14 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായി കാർ ഓടിക്കാൻ പറ്റും. നമ്മൾ കാറിനകത്ത് കയറി നമ്മൾ ഡോർ അടയ്ക്കുന്നു, 14 കാര്യങ്ങൾ ചെയ്യുന്നു, വണ്ടി പോകുന്നു. ഈ 14ാമത്തെ കാര്യം ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യണം. അത് ക്ലച്ചിന്റെ ഏത് സ്റ്റേജാണ്? ഹാഫ് ക്ലച്ച്, ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവലാണ്. എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ക്ലച്ചിന്റെ ആ ഒരു ഫസ്റ്റ് ലെവലിൽ നിർത്തിയാണ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഒരു ചെറിയ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു എക്സർസൈസ്, ഓക്കെ? അപ്പൊ അത് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അപ്പൊ ഞാൻ പഠിച്ചു വന്നത്, നിങ്ങൾ ഇന്ന് എത്രാമത്തെ ക്ലാസ് ആണ് ജുമാനയുടെ? ജുമാനയുടെ 4 ദിവസം ഗ്രൗണ്ട് കഴിഞ്ഞു. 4 ദിവസത്തെ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് റോഡിൽ എത്രാമത്തെ ക്ലാസ് ആണ്? 4ാമത്തെ ക്ലാസ് ആണ്. 4ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ 4 8 ദിവസത്തെ ക്ലാസ് ആയി. നക്ഷത്രയോ? റോഡ് 2 ക്ലാസ് ആയോ? 2 ക്ലാസ് ആയി. അപ്പൊ ഇത് 2ാമത്താണ്. അപ്പൊ ഇന്ന് 6ാമത്തെ ക്ലാസ് ആണ് അല്ലേ? നിവേശ് ശങ്കറോ? റോഡില് 6, ഇവിടത്തെ 6. ഇവിടെ 3 ദിവസത്തെ റോഡ് നമ്മൾ പോയല്ലോ, 3 ദിവസമേ പോയുള്ളൂ. ഓക്കെ, അപ്പൊ 4 3 7, മറ്റേത് 6 അല്ലേ? ഓക്കെ, അപ്പം 12 ക്ലാസ് ആയോ? എത്രയായി? 12 ക്ലാസ് ആയി. ഓക്കെ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിജയാണ്. അഭിജയ് എത്ര ദിവസത്തെ ക്ലാസ് ആയി? 7 ദിവസത്തെ ക്ലാസ് ആയി. അഭിജയ് നമ്മൾ ഗ്രൂപ്പിനകത്തോട്ട് കൊണ്ടുവരും. അപ്പം നിങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ 4ാമത്തെ ദിവസമാണ് ഗിയർ തുടങ്ങിയത്. ഗിയർ തുടങ്ങിയ ദിവസം ഞാൻ ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് ഇട്ടു, 14 കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് അടുത്ത ദിവസങ്ങളിൽ കാണാതെ പഠിക്കണം, എന്നിട്ട് അത് പെട്ടെന്ന് വാഹനത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 14 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആദ്യം ചെയ്യാൻ പോകുന്നത് നക്ഷത്രയാണ്. അപ്പൊ നക്ഷത്ര ഇവിടെ ഇരുന്ന് വാ, ആദ്യത്തെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്, അതുവഴി വരും. അപ്പൊ അതുവഴി വന്നിട്ട് ഈ ആദ്യം വരെ നിങ്ങളിപ്പോ കാർ ഓടിക്കാൻ വരുമ്പോൾ നിങ്ങൾ 2 പേരെ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടോ, എന്റെ അടുത്ത് വാ, നിവേദന്റെ അടുത്ത് ഇവിടെ ഇവിടെ ഇരുന്നോ, നിവേദ അവിടെ ഇരുന്നോ. അപ്പൊ നിങ്ങൾ കാർ ഓടിക്കാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരും പിറകോട്ട് മാറും. നിങ്ങൾ 4 പേരും ഓടിക്കാൻ തയ്യാറാവില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ഓടിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം കയറുന്ന ആളിന് മാത്രമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനത്തിൽ സ്നേഹിച്ച് പഠിപ്പിക്കുകയുള്ളൂ. ഇവിടുത്തെ ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ പഠിപ്പിക്കുക, കാരണം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കയറും നക്ഷത്ര. അപ്പൊ വണ്ടിക്കകത്ത് കയറി ഡോർ അടച്ചു. ഡോർ അടച്ച് സങ്കല്പിച്ചോണം. സീറ്റും അഡ്ജസ്റ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് കിട്ടും. ഓക്കെ, സൈഡ് മിററിലും നോക്കി. ഓക്കെ, വണ്ടികളൊന്നുമില്ല. 3 മിറർ അഡ്ജസ്റ്റ് ചെയ്യും. ഏതൊക്കെയാണ്? റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ മിറർ. കൈ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ, ബ്രേക്ക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു ചെയ്യൂ. അതായത് നമ്മൾ പറഞ്ഞ ഇപ്പം ക്ലച്ചിനെ ഫുള്ള് ചവിട്ടിയിലും അങ്ങനെ പറയണ്ട. അതായത് ഞാൻ പറഞ്ഞത് ബ്രേക്ക് ക്ലച്ചാണ്, ഞാൻ ക്ലച്ച് ഒറ്റ ചവിട്ടാണ്. ഓക്കെ, അങ്ങനെ ചെയ്യും. പറഞ്ഞോ, കുറച്ച് പറഞ്ഞു ഇതിനകത്തൂടെ കിട്ടണത്. ഓക്കെ, ന്യൂട്രലാക്കൂ. പറയുമ്പോൾ അത് ചെയ്യണം. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കുന്നു, ന്യൂട്രലാണെന്ന് എങ്ങനെ അറിയും? ശരി, ഓരോ ഗിയർ ഇട്ട് നോക്കൂ. എപ്പോഴും സെന്ററിൽ നിർത്തണം. മുകളിലുള്ള ഗിയർ ഏതായിരുന്നു? താഴെയുള്ള ഗിയറോ? അപ്പൊ നമ്മൾ ഏത് ഗിയർ, പ്ലാറ്റ്ഫോം ഗിയർ ആണെങ്കിൽ മുൻപിലും പുറകിലും ഓരോ ഗിയർ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള എന്ത് തന്നെയാണ്? ന്യൂട്രൽ തന്നെയാണ്. ന്യൂട്രലാക്കി. ഓക്കെ, ന്യൂട്രലായാലും എന്ത് ചെയ്യാം? കാലെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അല്ല, ഇഗ്നീഷൻ സ്വിച്ച് ഇടും. സ്വിച്ച് ഇട്ടു. എന്നിട്ട് കാല് എവിടെ വയ്ക്കണം? അത് കഴിഞ്ഞ് വെരി ഗുഡ്. ഓക്കെ, സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഏത് ഗിയർ? ഓക്കെ, എന്തുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടുന്നത്? എന്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇട്ടില്ല? ഏറ്റവും പവർ ഗിയർ ഫസ്റ്റ് ആണ്. അപ്പോഴ് കിലോമീറ്റർ 0 ആണ്. വണ്ടി വർക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ നിർത്തിയിരിക്കുന്ന ഒരു വാഹനത്തിന് മുൻപിലെടുക്കുന്ന എല്ലായ്പ്പോഴും ഏത് ഗിയർ ഇട്ടായിരിക്കണം? ഫസ്റ്റ് ഗിയർ. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടിയെ പോകാൻ ആവശ്യമായ ആക്സിലേറ്റർ, മൂവിംഗ് ആക്സിലേറ്റർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വെക്കണം. ചില കുട്ടികൾ ആക്സിലേറ്റർ കൊടുക്കും എടുക്കും. ക്രമപ്പെടുത്തി വെച്ചിട്ട് ക്ലച്ച് എന്ത് ചെയ്യണം? പതുക്കെ എടുക്കണം. ഓക്കെ, പതുക്കെ എടുക്കൂ. എടുത്ത് വണ്ടി അനങ്ങി തുടങ്ങുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
അല്ല, അനങ്ങി തുടങ്ങുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിന്റ് നമ്മൾ ചവിട്ടണം. അപ്പൊ റണ്ണിങ് സ്മൂത്ത് ആവും. ഓക്കെ, ഇപ്പോഴങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞാൽ ക്ലച്ച് വരുത്തി എന്ത് വരുത്തണം? സ്പീഡ്, ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തു. സ്പീഡ് വന്നു. ഏത് ഗിയറിലോട്ട് മാറ്റണം? പെട്ടെന്ന് എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടണം. ന്യൂട്രലാക്കി സെക്കൻഡ് ഗിയർ ഇട്ടു. കൈ ഉടനെ സ്റ്റിയറിംഗിൽ പോട്ട് ക്ലച്ച് റിലീസ്. സ്പീഡ് വരട്ട്. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കൂ. ഏത് ഗിയർ? തേർഡ്. ന്യൂട്രൽ തേർഡ്. ഓക്കെ, ക്ലച്ച് പയ്യെ റിലീസ്. ക്ലച്ച് റിലീസ് ആയിട്ട് വീണ്ടും കൈ സ്റ്റിയറിംഗിൽ പോട്ട് ക്ലച്ച് റിലീസ്. സ്പീഡ് വരുത്തു. നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു പ്ലേസ് എത്തുമ്പോഴാണ് ഏത് ഗിയറിലോട്ട് മാറ്റേണ്ടത്? ഫോർത്ത് ഗിയർ. ഓക്കെ, ഒന്നുകൂടെ സ്പീഡ് വരുത്തു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കൂ. ഫോർത്ത് ഗിയർ ആയി. വീണ്ടും പയ്യെ ക്ലച്ച് നിന്ന് കാലെടുക്കാം. അപ്പൊ ഫോർത്ത് ഗിയർ ആകുമ്പോൾ നമ്മൾ നോർമൽ സ്റ്റേജിൽ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ഫ്രണ്ടിൽ ഒരു ബസ് വന്നു. ഞാൻ പറഞ്ഞു സ്ലോ. എന്ത് കുറച്ചു? രണ്ടാമത്തെ സ്ലോ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. വണ്ടി പ്രത്യേക വേഗതയ്ക്കകത്തായി. ബ്രേക്കിനോടൊപ്പം ഏതും ചവിട്ടണം. ഇപ്പൊ മീഡിയം സ്പീഡാണ്. ഏത് ഗിയറിലോട്ട് മാറ്റണം? മീഡിയം സ്പീഡ് ആകുമ്പോൾ 30 കിലോമീറ്റർ സ്പീഡാണ്. തേർഡ് ഗിയറിലോട്ട് മാറ്റി വീണ്ടും പയ്യെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് സാവധാനം ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തുന്നു. വീണ്ടും ഏത് ഗിയറിലോട്ട് മാറ്റുന്നു? ഫോർത്ത് ഗിയർ. ഓക്കെ, ക്ലച്ചിൽ. അപ്പൊ എപ്പോഴും ന്യൂട്രൽ നിർത്തിയ ഗിയർ ഇടും. അപ്പൊ ഞാൻ പറയുന്നു സ്റ്റോപ്പ് എന്നതിൽ അപ്പോഴും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ക്ലച്ച് ചവിട്ടണം. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. വണ്ടിയുടെ വേഗത നന്നായി കുറയുന്നത് മനസ്സിൽ സങ്കല്പിക്കണം. നന്നായി കുറയുമ്പോൾ സ്റ്റിയറിംഗിൽ ലെഫ്റ്റിലോട്ട് തിരിക്കും. സാവധാനം തിരിയിട്ട് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കണം. അപ്പൊ കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് പോയിട്ട് വന്നു. ഇനി അതുപോലെ റൈറ്റ് തിരിക്കൂ. തിരിയിട്ട് കുറച്ചുകൂടെ തിരിക്കും. തിരിച്ചിട്ട് വീണ്ടും ബോഡി ലെവലായി. സ്റ്റിയറിംഗ് ലെവൽ ചെയ്യൂ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ന്യൂട്രലാക്കാം. ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഹാൻഡ് ബ്രേക്ക് പിടിക്കാം. വെരി ഗുഡ്. അപ്പൊ നക്ഷത്രയുടെ 6ാമത്തെ ക്ലാസ് ആണ്. അടിപൊളിയായി നക്ഷത്ര പെർഫോം ചെയ്തു. കാരണം 6ാമത്തെ ക്ലാസ്സിലൊക്കെ ഇത് ഓക്കെയാണ്. ഇനി അടുത്ത 12 ദിവസം അയാളിപ്പം പെർഫോം ചെയ്യും. അപ്പൊ എല്ലാം ഉറച്ചു പറയണം. ഇനി കേൾക്കണം. അപ്പൊ വണ്ടിക്കകത്ത് കയറി ഡോർ അടച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടു. എല്ലാം ചെയ്തു. സൈഡ് മിററെല്ലാം നോക്കി. വണ്ടിയൊന്നുമില്ല. ബ്രേക്ക് മുതൽ. ഓക്കെ, പറഞ്ഞു ചെയ്യൂ. പിന്നെ ക്ലച്ച്. ഓക്കെ, പിന്നെ ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്താം. എങ്ങനെ? തേർഡിലോട്ടും ഫോർത്തിലോട്ടും ഗിയർ ഇട്ട് നോക്കിയിട്ട് ഉറപ്പ് വരുത്താം. ശരി, ഓക്കെ. ന്യൂട്രലാണെങ്കിൽ ന്യൂട്രലായാലും കാലെടുക്കാം. ന്യൂട്രലായ എടുക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. അല്ല, ഇഗ്നീഷൻ സ്വിച്ച് ഇട്ടിട്ടേ ബ്രേക്കിൽ നിന്ന് കാലോടെ വയ്ക്കാവൂ. ആക്സിലേറ്റർ. ഓക്കെ, ഇഗ്നീഷൻ സ്വിച്ച് പിന്നെ ആക്സിലറേറ്റർ. ഓക്കെ, സ്റ്റാർട്ട് ആയാലുടൻ ക്ലച്ച്. പക്ഷെ കാലോടെ തന്നെ ഇരിക്കണം. സ്റ്റാർട്ട് ആകുമ്പോഴും കാലോടെ ഇരിക്കണം. ആക്സിലേറ്റർ. എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് വിട്ടു. ഏത് ഗിയർ? ഫസ്റ്റ്. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. വെരി ഗുഡ്, മിടുക്കൻ. ഓക്കെ, ഏത് ലെവലിൽ കൊണ്ട് നിർത്തണം? ഓക്കെ, യെസ്. ഓക്കെ, ആക്സിലറേറ്റർ കൊടുത്ത് മുമ്പോട്ട് പോകണം. എന്നിട്ട് സ്പീഡ് വരുത്തണം. സ്പീഡ് വരുത്തി പിന്നെ കുറച്ച് സ്പീഡ് ആകുമ്പോഴത്തേക്ക് സെക്കൻഡ് ഗിയർ ഇടൂ. ഓക്കെ, സെക്കൻഡ് ഗിയർ എങ്ങനെയാണ്? ന്യൂട്രലിലോട്ട്. കറക്റ്റ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ സ്പീഡ് വരുത്തിയിട്ട് തേർഡ് ഗിയർ. സ്പീഡ് വരട്ട്. ഓക്കെ, വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്ത് സ്പീഡ് വരുത്തിയിട്ട് ഏത് ഗിയർ? ഫോർത്ത് ഗിയർ. ഓക്കെ, അപ്പൊ ഫോർത്ത് ഗിയറിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ലച്ച് റിലീസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തന്നെ നോക്കണം. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സാർ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്യണം? ഇല്ല, അപ്പോഴും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ക്ലച്ച് ചവിട്ടുന്നു. ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്റ്റിയറിംഗ് തിരിക്കരുത്. ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുന്നു. വണ്ടി സ്ലോ ആകുമ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തേണ്ടത് നോക്കിയാണ്. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റിയറിംഗ് ലെഫ്റ്റിലോട്ട് തിരിക്കും. നോക്കി തിരിക്കണേ. അപ്പൊ എത്രയാണോ ലെഫ്റ്റിൽ വരേണ്ടത് വന്നു. അത്രയും വന്നിട്ട് സ്റ്റിയറിംഗിനെ റൈറ്റിലോട്ട് തിരിക്കണം. തിരിച്ച് വണ്ടിയുടെ ബോഡി ലെവലാവുമ്പോൾ സ്റ്റിയറിംഗ് വീണ്ടും എന്ത് ചെയ്യണം? റിട്ടേൺ. കറക്റ്റായി ന്യൂട്രലാക്കി എന്ത് ചെയ്യണം? ന്യൂട്രലാക്കി ഏതെന്ന് കാലെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ലാസ്റ്റിൽ ഏതെന്ന് കാലെടുക്കാവൂ? ബ്രേക്ക്. അപ്പം ഫസ്റ്റില് നക്ഷത്ര ചെയ്തു. അത് കഴിഞ്ഞ് നിവേശ് ശങ്കർ ചെയ്തു. ഇനിയുള്ളവർക്ക് പറഞ്ഞു തരൂല. ഓക്കെ, നക്ഷത്ര മൊബൈൽ എടുത്തിട്ട് ആ അഭിജയ വരാൻ പറയൂ. ജുമാന കയറും. ഇവിടെ. ജുമാന ഇവിടെ. സ്കിപ്പ് ചെയ്യരുത്. കണ്ട പാർക്കിംഗ് കണ്ട? ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓർത്ത് വെച്ചോ. ടെൻഷന്റെ കാര്യമില്ല. ടെൻഷനെ നിങ്ങൾ തന്നെ ന്യൂട്രലൈസ് ചെയ്യുക. അല്ലാതെ വേറെ ഒരു വഴിയില്ല. എല്ലാവർക്കും പേടിയുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നപ്പോൾ എനിക്ക് കയറാൻ പറഞ്ഞാൽ എനിക്കും പേടിയുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. കാരണം അവിടെ വരുന്ന ആൾക്കാരൊക്കെ
അവിടെ ചെയ്യണം. ഓക്കെ, ജുമാന 14 കാര്യങ്ങൾ ചെയ്യും. ജുമാനെ ഹെൽപ്പിന് നിവേശങ്കർ വരൂ. ജുമാനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂ. അതേ ഓർഡറിലാണ് ജുമാന ചെയ്തെന്ന് നോക്കൂ. മൊബൈലിൽ എനിക്ക് ഓഡിയോ കിട്ടണേ. എന്താണ് ന്യൂട്രൽ അല്ലല്ല ന്യൂട്രലായിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഇനി ഇഗ്നീഷൻ സ്വിച്ച് ഇത് ക്ലച്ചിൽ നിന്ന് കാര്യം റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് ഓൺ ആക്കാം. എന്നിട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ നിർത്തി സ്പീഡ് വരുത്തി ഫസ്റ്റ് ഗിയർ കുറച്ച് സ്പീഡ് ആകുമ്പോഴത്തേക്കും സെക്കൻഡ് റിലീസ് ചെയ്യണം. സ്പീഡ് വരുത്തിയിട്ട് തേർഡ് ഗിയർ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്ത്